തീർച്ചയായിട്ടും. അമേരിക്കയെ പ്രകോപിപ്പിച്ചത് പ്രത്യേകിച്ചും അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം അനൗൺസ് ചെയ്ത പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് ട്രംപിനെ ഇപ്പോൾ വ്യക്തിപരമായി പ്രകോപിപ്പിച്ചതാണ് എനിക്ക് തോന്നുന്നത്. 2 യുദ്ധങ്ങൾ ഞാൻ 2 ദിവസത്തിനുള്ളിൽ നിർത്തും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളാണ്. ആ 2 യുദ്ധം ഒരു പ്രശ്നവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റഷ്യയുടെ മേലെ സമ്മർദ്ദം ചെലുത്താനൊന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള താരിഫിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ ഒരിക്കൽ ഇതിനകത്ത് ചേർത്ത് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യം കേരളത്തിലുള്ള ആളുകളോട് നമുക്ക് ഇപ്പൊ ഓർക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ഒരു കാലത്ത് അതായത് 80കളിൽ അല്ലെങ്കിൽ 90കളിലൊക്കെ നമ്മൾ ഈ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം എന്നൊക്കെ പറഞ്ഞത് അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ഒരു പുതിയ ലോകക്രമം ഉണ്ടായിരുന്നു. ആ ലോകക്രമത്തെയാണ് ഇപ്പോൾ അമേരിക്ക തന്നെ ചോദ്യം ചെയ്യുന്നത്. ഒരു കാലത്ത് ഉദാരവൽക്കരണം എന്നത് അതായത് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അത് പൊതുവായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ ആയിരുന്നു അമേരിക്കയുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവായിട്ടുള്ള എഗ്രിമെന്റിനൊന്നും അമേരിക്ക തയ്യാറില്ല. ഓരോ രാജ്യങ്ങളുമായി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് ഡീലിൽ ഒപ്പിടുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ട്രംപിന്റെ ഒരു പരിപാടി. അതുകൊണ്ടാണ് അമേരിക്ക കഴിഞ്ഞ 10-30 വർഷമായിട്ട് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയ ഒരു ലോകക്രമത്തെ അമേരിക്ക തന്നെ നിരാകരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. അതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ കൺസംഷൻ ഉള്ള രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ കടം നോക്കണം. അമേരിക്കയുടെ കടം 36 ട്രില്യൺ US ഡോളറാണ്. അവർ GDP-യേക്കാൾ കൂടുതൽ കടമുള്ള ഒരു രാജ്യമാണ്. അതായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും റിസോഴ്സസ് വലിച്ചെടുത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഈ അമേരിക്ക. ഇപ്പം അത്ര വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതിനെയാണ് ട്രംപ് തടയിടുന്നത്. എന്ന് വെച്ചാൽ അത് നടക്കില്ല എന്നുള്ളത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു വളരെ ഒരു കോർ ലെവലിൽ അമേരിക്കൻ സാമ്പത്തിക രംഗത്തും അമേരിക്കയിലെ പൊളിറ്റിക്കൽ രംഗത്തും വലിയ രീതിയിലുള്ള ചില ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. ഇതിന് കൂടെ അതിന്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ നേരത്തെ ആദികേശ്വരൻ വളരെ കൃത്യമായി അതിന്റെ കണക്കോടുകൂടെ പറഞ്ഞു. ഇപ്പൊ ഇന്ത്യക്ക് ഇതിനകത്ത് വലിയ രീതിയിലുള്ള നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം 2 രാജ്യങ്ങളും ഒരേ രീതിയിൽ വെള്ളം പൊങ്ങുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ആ നിലയ്ക്ക് നിൽക്കും. അപ്പൊ അതല്ല പ്രശ്നം. പക്ഷെ ലോകത്തിൽ ഉണ്ടാക്കുന്ന ഒരു ലോകക്രമമുണ്ട്. ആ ലോകക്രമത്തെ അട്ടിമറിക്കുന്നതിലൂടെ വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻസ് ഈ കാലത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെ നമ്മളും കരുതിയിരിക്കേണ്ടത്. കാരണം ഇന്ത്യയെ പോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ടാവുക എന്നുള്ളത് അഭിഭാഗ്യമായിട്ടുള്ള കാര്യമല്ല. അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് എനർജി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. 2 കാര്യം കൂടെ ചേർത്ത് പറയാം. ഒന്ന്, ഇത് മാത്രമല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലോകരാജ്യങ്ങൾ ചേർന്നിരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പല രാജ്യങ്ങളും പരസ്പരം കൈകോർത്ത് സംസാരിക്കുന്നുണ്ട്. ഇപ്പം അജിത് ഡോവൽ റഷ്യയിലുണ്ട്. 31-ാം തീയതി പ്രൈം മിനിസ്റ്റർ മോദി ചൈനയ്ക്ക് പോകുന്നുണ്ട് ആദ്യമായിട്ട്. ഇന്ത്യ ചൈന കോൺഫ്ലിക്ട് തുടങ്ങിയതിനു ശേഷം ഈ മാസം 30-ന് മോദി ചൈനയ്ക്ക് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു തരത്തിലുള്ള ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയും. അതായത് ഉർവശി ശാപമാണ്. അപ്പൊ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ചില തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം UK ആയിട്ട് നമ്മൾ FTA ഒപ്പിട്ട് കഴിഞ്ഞതാണ്. അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ലോകത്ത് പല രാജ്യങ്ങളും ഫ്രീ ആയിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റ്സ് ഒപ്പിടുമ്പോഴാണ് ഇദ്ദേഹം വന്നും 35%, 40%, 100% താരിഫ് ഏർപ്പെടുത്തുന്നത്. അതിന്റെ ഒരു അസംബന്ധം എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്ക സ്വന്തം എന്താ പറയുക കാലില് വെടിവെക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു നമ്മള് ആളുകള്, സ്വന്തം കാലിന് വെടിവെക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്റ്റിൽ അമേരിക്ക ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇക്കോണമീസ് ഇൻ ദ വേൾഡ്. 36 ട്രില്യൺ അല്ലെങ്കിൽ 30 ട്രില്യൺ. അതായത് ഇന്ത്യയുടെ GDP 4 ട്രില്യൺ ആണെങ്കിൽ അമേരിക്കയുടെ 30 ട്രില്യൺ ആണെന്നുള്ള ആ കണക്ക് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ ഒരു ഗ്രാവിറ്റി ലോകത്ത് നിലനിൽക്കും. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, റഷ്യ, ഇപ്പൊ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് കാണുന്നത് ഈ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യക്കും ഇടയിലുള്ള ചില കൂട്ടുകെട്ടുകൾ വികസിച്ചു വരികയാണെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിട്ടിരിക്കും. പുതിയ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലങ്ങൾ ഈ വർഷം അവസാനത്തോട് ചിലപ്പോൾ കണ്ടെത്താനുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ഷോർട്ട് ടേമിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാവും. പക്ഷേ ലോങ് ടേമിൽ നമ്മൾ നേരത്തെ കേശവനൊക്കെ സൂചിപ്പിച്ച പോലെ വലിയ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.